അറബിക്കടലിൽ മുങ്ങിത്താണ് ലൈബീരിയൻ ചരക്ക് കപ്പലിനെ കുറിച്ച് വരുന്ന പുതിയ ആരോപണം എന്തെന്നാൽ കപ്പൽ സ്വയം മുങ്ങിയതല്ലെന്നും കപ്പലിനെ മുക്കിയതാകാമെന്നുമാണ്. കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജ് ആണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. MSCയുടെ എൽ3 എന്ന കപ്പലാണ് കൊച്ചിയിൽ മുങ്ങിയത്. അപകടത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത ഇനിയും മാറിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കപ്പൽ മുക്കിയതാണെന്ന സംശയം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ട്. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട് ഒരു കപ്പലാണിതെന്ന് അറിയാൻ കഴിയുന്നത്. ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പൽ കൊണ്ടുവരുവാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും. കപ്പൽ പൊക്കിയെടുക്കുക എന്നത് ദുഷ്കരമായതിനാൽ ആ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത. കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ചില സംശയങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് മെർക്കന്റൈൽ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഇത് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം 26 ഡിഗ്രി മാത്രം ചെരിഞ്ഞ ഒരു കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കേണ്ടതാണ്. സാധാരണ കപ്പലുകൾ 15 മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുക. 623 കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട്. രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോളും പാലിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്നും ചാൾസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 1.5 ദശകത്തിനിടെ 20,000-ലധികം ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിഞ്ഞിട്ടുണ്ടെന്നാണ് വ്യവസായ ഗ്രൂപ്പായ ഷിപ്പിംഗ് കൗൺസിലിന്റെ രേഖകളിൽ പറയുന്നത്. പ്രക്ഷുബ്ധമായ കടലുകളിൽ ഒരു കണ്ടെയ്നർ മുതൽ 100 കണക്കിന് വരെ ചരക്ക് കപ്പലുകൾ നഷ്ടമായേക്കാം. ഓരോ വർഷവും എത്ര കണ്ടെയ്നർ വീതം കടലിൽ പതിക്കുന്നുവെന്നത് സംബന്ധിച്ച് പല കണക്കുകളാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്.